സംസ്ഥാന ബജറ്റിൽ വയനാട് പുനരധിവാസത്തിന് പ്രഖ്യാപിച്ച 750 കോടിയുടെ പാക്കേജ് സ്വാഗതാർഹമെന്ന് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. എത്രയും വേഗം വീട് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ദൈനംദിന ചെലവുകൾക്കായി ദിവസം നൽകിയിരുന്ന 300 രൂപ പുനഃസ്ഥാപിക്കണമെന്നും ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നു. സംസ്ഥാന ബജറ്റിൽ വയനാടിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വയനാടിന് പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇപ്പോൾ നമ്മളോടുകൂടി മുണ്ടക്കൈ ചൂരൽമല ദുരിതവാസികൾ അവരെ ഇപ്പോൾ സർക്കാരിന്റെ ചില താമസ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് അതിന്റെ ഒരു പ്രതികരണം ചോദിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബജറ്റിന് പ്രതികരിക്കുന്നത്? 750 കോടി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി 750 കോടി ബജറ്റിൽ വകയിരുത്തിയത് ഞങ്ങൾ തീർത്തും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചെറിയ കുറച്ച് ആശങ്കകളുണ്ട്. ഇതുവരെ ലിസ്റ്റ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ലിസ്റ്റ് ഇറക്കി, ഇന്ന് ഇറങ്ങുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും വേഗത്തിൽ ലിസ്റ്റ് ഇറക്കി ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് ഒരു സമാധാനം കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക, ആർക്കൊക്കെ വീട് കിട്ടും, ആർക്കൊക്കെ വീട് കിട്ടൂല. ഇതിൻ്റെ ജോൺ മത്തായി കമ്മിറ്റി ഇതിൻ്റെ മാർക്കിൻ്റെ ഭാഗമായിട്ട് പുറത്ത് കുറേ ആശങ്കയുള്ള വീടുകളുണ്ട്. മാർക്കിന്റെ പുറത്ത് ഒറ്റപ്പെട്ട വീടുകളുണ്ട്. അവർക്കൊക്കെ വീട് കിട്ടുമോ? അവർക്ക് വീട് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ 7 മാസത്തിനടുത്തായി ഇപ്പം നമ്മൾ ഒരു ദുരന്തം നടന്നിട്ട്, അപ്പം നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിച്ചിരുന്നോ? ഈ ഒരു പാക്കേജിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു പാക്കേജ് നല്ലതാണ്, നല്ല സ്വാഗതം ചെയ്യുന്നുണ്ട്. 750 കോടി അനുവദിച്ചതിൽ അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് വീട് പണിയാനുള്ളൊരു സംവിധാനവും വേണം. പിന്നെ അതുപോലെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ബില്ല് ആർക്കും പണിക്ക് പോകാതെ ഓരോരുത്തർ വയ്യാതിരിക്കുന്ന സുഖമില്ലാതൊക്കെ, എനിക്കൊക്കെ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കണം. അതുപോലെ ഈ 9,000 രൂപ 300 വെച്ച് ദിവസക്കൂലി അത് പെട്ടെന്ന് അനുവദിച്ച് തരണം. അത് വീണ്ടും ആവർത്തിച്ച് ഇതാക്കണം. അമ്മ, വീട് വേണമെന്നല്ലേ ആവശ്യം പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്? ഒരുപാട് പൈസ വീട് വേണം ഞങ്ങൾക്ക്. പിന്നെ വീടില്ല. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പണിക്കൊന്നും പോകാനും പറ്റുന്നില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് വീടാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പക്ഷെ എല്ലാം വയസ്സായവരുമാണ്. ഇനിയൊന്നും നമുക്ക് എവിടെയും പോയി ജോലി ചെയ്യാനുള്ള മാനസികമായി ഞങ്ങൾ തളർന്നു പോയി. ഇനി ഞങ്ങൾക്ക് അതിൽ നിന്നും മുന്നേറി ഒന്നും ചെയ്യാനില്ല. പക്ഷെ വീട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതാക്കി തരണം. നമുക്ക് ഈ ബഡ്ജറ്റിന് വേണ്ടി ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇത്രയും പൈസ ഞങ്ങൾക്ക് ഇതാക്കി തന്നതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അത്യാവശ്യമായിട്ട് താമസിക്കാനുള്ള വീട് കിട്ടണം. നിത്യ ചെലവിനുള്ള എന്തെങ്കിലും 300 രൂപ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായി നീട്ടി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. വീട്ടിലെ ചെലവുകളൊക്കെ ഇപ്പം എങ്ങനെ കഴിഞ്ഞു പോകുന്നത്? ചെലവ് നമുക്ക് കിട്ടിയതിൽ അങ്ങനെ പോകുന്നുണ്ട്. അല്ലാണ്ട് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും മരുന്ന് വേണം, പൈസ വേണം മരുന്നിന്. അപ്പം നമുക്കൊന്നും ഇല്ലല്ലോ, ഒരാനുകൂല്യം ഇല്ലാതെയല്ലേ ഇരിക്കുന്നത്. എനിക്ക് വീട്ടു സാധനം തന്നെ ഇല്ല. വീട്ടു സാധനം വരെ ഇല്ലാതെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു കട്ടിൽ മാത്രം ഉണ്ട് എനിക്ക്, ഒരു ഡൈനിങ് ടേബിൾ, 4 കസേരയും. മറ്റു സാധനങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. 750 കോടി രൂപ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് വീടുകൾ ഉണ്ടാക്കുമെന്ന് ഈ വർഷത്തെ അവസാനത്തോടു കൂടി എല്ലാവരെയും പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് പോലും നിലവിലുള്ള ഇവരുടെ ജീവിതമാണ് ഏറ്റവും പ്രയാസം. പ്രത്യേകിച്ച് കറണ്ട് ബില്ല് അടക്കമുള്ള ഇവരുടെ ജീവിത ചെലവുകൾക്കാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത പലരും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി വീടുകൾ നിർമ്മിക്കുന്ന പറയുന്ന സമയത്തും അത്രയും കാലം ഇവർ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് ദിവസം 300 രൂപ, അതായത് മാസം 9,000 രൂപ നൽകുന്ന പദ്ധതിയെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ ബജറ്റിന്റെ ഈ ഒരു പദ്ധതി വരുന്ന സമയത്ത് പോലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതവാസികൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.